നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയത്ത് നമുക്ക് ഹൈവേ കൂടെ യാത്ര ചെയ്ത് എങ്ങനെ ഇരിക്കും? ഇവിടെ കുറേ നമുക്ക് മഴയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ വർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ അവർ ഓപ്പോസിറ്റ് വണ്ടികൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ റോഡ് നമ്മൾ പിടിച്ചു പോകുന്നതല്ലേ. കാരണം വെച്ചാൽ 3 വരിയിൽ നമുക്ക് സെൻറ്ററിൽ പിടിച്ചു പോകാം. അപ്പോൾ സെൻറ്ററിലാകുമ്പോൾ ആ സൈഡിൽ കൂടെ പോകുമ്പോൾ എല്ലാം ആയിക്കൂടാക്കിൻ്റെ പാട്ടിന് പോകും. അപ്പുറത്തുനിന്ന് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ കയറി വരുന്നത് അവരെ പാട്ടിനും പോയി പോകണം. അപ്പോൾ ഒന്നുകൂടി സേഫായിട്ടുള്ള സ്ഥലം സെൻറ്ററിൽ പിടിച്ച് നമ്മൾ പോകാം. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ചെയ്യുക. പിന്നെ സ്പീഡ് ലിമിറ്റിൻ്റെ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് റോഡിൻ്റെ വർക്ക് കഴിയാത്തതിൻ്റെ പേരിലാണോ എന്താണെന്നറിയില്ല. 50ഉം 80ഒക്കെയാണ്. പലയിടത്തും 100ഉം 120ഒക്കെ ബോർഡ് ഉണ്ടായിരുന്നു. അതൊക്കെ അവർ കുറേയൊക്കെ എടുത്ത് മാറ്റി. പിന്നെ നല്ല മഴ കൊണ്ട് പെയ്യാനായപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാത്തൊരു സാഹചര്യങ്ങളാണ്. അപ്പം നമുക്ക് ദൂരെ തന്നെ കാണാം നല്ല മഴയുടെ അവസ്ഥ എന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ശക്തിയിൽ മഴയാണ്. കാരണം വെച്ചാൽ ഇതിങ്ങനെ ഓപ്പണായി കിടക്കുകയല്ലേ, നമുക്ക് മരങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ശക്തിയിലുള്ള മഴ ഇതൊക്കെയാണ്. പിന്നെ പറഞ്ഞ സ്ലിപ്പിങ്, നമ്മൾ പുതിയ റോഡായതുകൊണ്ട് സ്ലിപ്പിങ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും നമ്മളങ്ങനെ വലിയ സ്പീഡിലൊന്നല്ല പോയത്. അപ്പോൾ വല്ലാണ്ട് സ്പീഡിൽ പോണ യാത്രക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല പോക്കും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉയർന്ന പാലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്നത് നല്ലത്. പിന്നെ ചില സ്ഥലങ്ങളുണ്ടല്ലേ ഇങ്ങനെ ഈ യെല്ലോ മാർക്കൊക്കെ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഉള്ളിലേക്ക് പോണത്, അല്ലെങ്കിൽ പുറത്ത് കടക്കാനുള്ളത്, അല്ലെങ്കിൽ എൻട്രി ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 95% വർക്കൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വർക്ക് കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഴിക്കോട് പോകുന്ന ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും എന്ത് രസമെന്നറിയോ, നമുക്ക് യാത്ര ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ പിടിച്ചിരുന്ന സ്ഥലത്തേക്ക് നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് യാത്ര ചെയ്ത് എത്താൻ പറ്റും. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്പീഡ് കൂടി പോകും. പക്ഷേ നമ്മളെ ജീവിതം നോക്കി നമുക്ക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്ത് പോകുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ വഴിക്ക് പോകാൻ പറ്റും. കാരണം വെച്ചാൽ അങ്ങനെയാണ് അവിടുത്തെ റോഡിൻ്റെ. കാരണം വെച്ചാൽ നല്ല സ്മൂത്താണ്, നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നല്ല സ്മൂത്താണ്. അപ്പോൾ കഠിനമായ മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മലയുടെ അവിടെ നിന്നൊക്കെ കണ്ടില്ലേ നല്ല മഴയുടെ ശക്തി കാണുന്നുണ്ട്. അപ്പോൾ മഴ ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം മഴ നമ്മൾ കൊള്ളേണ്ടി വരുന്നുള്ളത് അറിയില്ല. അപ്പോൾ മഴ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനും അതുപോലെ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.